എൻ്റെ പേര് നീരജ. ക്യാറ്റ്സിൻ്റെ കുടുംബത്തിലെ സിവിൽ സയൻസിലാണ്. നിങ്ങൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാന സോഫ്റ്റ്വെയറുകളാണ്. ഒന്ന് സ്റ്റാറ്റോയും പിന്നെ ഇടാപ്സ്. ഇടാപ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒരു മോഡലിംഗ് ആയിരിക്കും. അതായത് സ്ട്രക്ചറുള്ള അനലിറ്റിക്കൽ മോഡലിങ്ങും അതിൻ്റെ അനാലിസിസ്. മോഡലിംഗിനും അനാലിസിസിനും ഒരു അനലിറ്റിക്കൽ മോഡലാണ് നമുക്ക് മെയിനായിട്ട് ഇടാപ്സിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇടാപ്സ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്തിക്കൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ടൈം ഹിസ്റ്ററി അനാലിസിസ്, പിക്ചോറൽ അനാലിസിസ്, അങ്ങനെയുള്ള പല ടൈപ്പ് അനാലിസിസ് നമുക്ക് ഇടാപ്സിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാറ്റോയും ഒരു അനാലിസിസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. മെയിനായിട്ട് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത് സ്റ്റീൽ ഡിസൈനിങ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ മോഡലിംഗ്, അതിൻ്റെ അനാലിസിസ്, അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ മോഡലിംഗ്, ഡിസൈനിങ്, ഇതൊക്കെ സ്റ്റാറ്റോയിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സ്ട്രക്ചറൽ മോഡലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സോഫ്റ്റ്വെയർ ആണ് റിവിറ്റ് സ്ട്രക്ചർ. നമുക്ക് കോൺക്രീറ്റ് മോഡലിംഗ്, സ്റ്റീൽ കണക്ഷൻസ്, അതുപോലെ തന്നെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ലോഡ് അസൈനിങ്ങിന്റെ ഒരു മോഡൽ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലഗിൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് റിവിറ്റ് സ്ട്രക്ചറിൽ തന്നെ അനാലിസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് റിവിറ്റ് സ്ട്രക്ചർ എന്ന സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. സ്ട്രക്ചറൽ ഫീൽഡിൽ നിങ്ങളൊരു നല്ല കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാറ്റ് സെന്റർ കുറുക്കറോളുമായി കോൺടാക്ട് ചെയ്യും.